ഇതുവരെ കണ്ട രീതിയിലല്ല ഇന്നത്തെ വീഡിയോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാകും. From your mind. Your new name is Mohanlal. Your new name is Mohanlal. നോണ്ടിസം ആകട്ടെ മെന്റലിസം ആകട്ടെ ഒരു രൂപത്തിലും ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റില്ല. അതിനുള്ള സിദ്ധിയുള്ള ഒരാളും ഇല്ല എന്നതാണ് വാസ്തവം. ഡെയിലി പലപ്പോഴും ഹിപ്നോട്ടൈസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. TV കാണാറില്ലേ? ഈ പരസ്യങ്ങൾ ആക്ച്വലി നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. അതോടൊപ്പം നമുക്കൊരു വിഷൻ തരുന്നു, അത് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു. അടുക്കളയിൽ പുതിയൊരു ഉപകരണം വരുന്നു, ആ ഉപകരണം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറുന്നു. They are in fact hypnotizing us with the ads. ഹായ്, ഹഗ് സീരീസിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ കണ്ട രീതിയിലല്ല ഇന്നത്തെ വീഡിയോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ 3 ആശയങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത്. ബി ഹോപ്പ്ഫുൾ, അൺലീഷ് യുവർ യുണീക്നെസ്, ഗ്രോ പർപ്പസ്ഫുള്ളി. അതിൽ ബി ഹോപ്പ്ഫുള്ളും അൺലീഷ് യുവർ യുണീക്നെസ് നമ്മൾ 3 എപ്പിസോഡിൽ പങ്കുവച്ചു. അപ്പോൾ അതിൽ ഏറ്റവും അധികം വന്നൊരു ചോദ്യമുണ്ട്, ഈ യുണീക്നെസ് കണ്ടെത്തിയിട്ട് ഇതിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്? ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ട്രെയിനിങ് ആണ് എൻ്റെ യുണീക്നെസ് കണ്ടെത്തി. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്നറിയോ? എനിക്ക് കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. സ്റ്റേജിൽ കയറാൻ ഭയങ്കര ഭയവും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമുണ്ട്. മൈൻഡ് പവർ എംപവർ ചെയ്യുക. ഹിപ്നോതെറാപ്പി പഠിച്ച്, ഹിപ്നോട്ടിസം പഠിച്ച്, സെൽഫ് ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്താണ് ഓരോ തവണയും ഞാൻ സ്റ്റേജിൽ കയറുന്നത്. അങ്ങനെ ആ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്താണ് ഇതുവരെ സ്റ്റേജിൽ പെർഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് കുറവുള്ളവർക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ ഹിപ്നോതെറാപ്പിയാണ്, അല്ലെങ്കിൽ ഹിപ്നോട്ടിസമാണ് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അത് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടി ഇതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് പറഞ്ഞെങ്കിൽ ഇത് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ ഇത് പ്രാക്ടിക്കലി അപ്ലൈ ആണെന്ന്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം മുനീർ അമയൂർ, സർട്ടിഫൈഡ് ഹിപ്നോതെറാപ്പിസ്റ്റ്. താങ്ക് യു. ഇദ്ദേഹം എൻ്റെ അധ്യാപകനാണ്, ഒപ്പം തന്നെ സുഹൃത്തുമാണ്. അപ്പോൾ ഒരു സുഹൃത്തിൽ നിന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തിലേക്ക് വരാം. ഇപ്പം ഹിപ്നോതെറാപ്പി അല്ലെ ഹിപ്നോട്ടിസമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരിലും ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ, ഇത് മൈൻഡ് റീഡിംഗ് ആണോ, ഒരാളുടെ മനസ്സ് വായിക്കുന്ന പരിപാടിയാണോ? അപ്പോൾ താങ്കൾ ഹിപ്നോതെറാപ്പിയിലെ മെത്തുകളൊക്കെ പൊട്ടിക്കുന്നതാണോ? അപ്പം അതിനെക്കുറിച്ച് ആദ്യം പങ്കുവെക്കാം. ഓക്കെ, നല്ല ചോദ്യമാണ് അനീഷ്. അതായത് പലപ്പോഴും ഹിപ്നോട്ടിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളൊന്നും മടിക്കും. അയ്യോ, എൻ്റെ മനസ്സ് വായിച്ച് കളയുമോ, എൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം പുറത്തെടുക്കുമോ എന്ന് പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. അത് ശരിയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് മൈൻഡ് വായിക്കുവാനുള്ള ഒന്നല്ല, മൈൻഡ് വായിക്കാനുള്ള ടൂളേ അല്ല ഹിപ്നോട്ടിസം. പിന്നെ ഈ ഒരു തെറ്റിദ്ധാരണ വരാൻ കാരണം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ മെൻ്റലിസം ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. മെൻ്റലിസം കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ മെൻ്റലിസത്തിൻ്റെ കാര്യങ്ങൾ ധാരാളം കാണുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് തന്നെയാണോ ഹിപ്നോട്ടിസം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഹിപ്നോട്ടിസം ആകട്ടെ മെൻ്റലിസം ആകട്ടെ ഒരു രൂപത്തിലും ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റില്ല. അതിനുള്ള സിദ്ധിയുള്ള ഒരാളും ഇല്ല എന്നതാണ് വാസ്തവം. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഹിപ്നോട്ടിസം എന്താണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതെ, ഹിപ്നോട്ടിസം എന്നത് സിംപ്ലി നമ്മുടെ സജഷൻസിനോടുള്ള റെസിസ്റ്റൻസ് പരമാവധി കുറഞ്ഞ ഒരു സ്റ്റേറ്റാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ഉൾക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാം അല്ലേ? എന്നാൽ ഹിപ്നോട്ടൈസ്ഡ് അവസ്ഥയിൽ സജഷൻസിനോടുള്ള റെസിസ്റ്റൻസ് ഏറ്റവും മിനിമം ആയിരിക്കും. ആ ഒരു അവസ്ഥയിൽ സജഷൻസ് കൂടുതൽ നന്നായിട്ട് കൊടുക്കുവാൻ പറ്റും. അതിനെ ഒന്ന് മനസ്സിലാകുവാനായിട്ട് നമുക്ക് പറയാം സബ് കോൺഷ്യസ് മൈൻഡിനോടുള്ള സംവാദമാണ് എന്ന്. യഥാർത്ഥത്തിൽ കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എങ്കിൽ പോലും ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറയാം സബ് കോൺഷ്യസ് മൈൻഡിനെ, അതായത് പരമാവധി റെസിസ്റ്റൻസ് കുറഞ്ഞ നമ്മുടെ വിശ്വാസങ്ങളും പേടികളൊക്കെ ഇരിക്കുന്ന ആ മൈൻഡിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് അതിനോട് സംവദിക്കുന്ന ഒരു രീതിയാണ് ഹിപ്നോട്ടിസം. അതെ, അതല്ലാതെ മനസ്സ് വായിക്കാൻ പറ്റില്ല. ഇപ്പൊ മെന്റലിസത്തിലാണെങ്കിലും ശരി, അതിൽ മാജിക് പോലെ, ഡാൻസ് പോലെ ഒരു കലയാണ് മെന്റലിസം. മെന്റലിസ്റ്റുകൾ കുറച്ച് ഹിപ്നോട്ടിസം കൂടി ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതെ, അതൊരു ഫാൻ ബേസ് തന്നെയുണ്ട്. ഇപ്പൊ മെന്റലിസം ഫാൻ ബേസ് തന്നെയുണ്ട്. അപ്പൊ അവർ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായി മൈൻഡ് റീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണെന്നാണ്. അതെ. പിന്നെ ഒരു കല എന്നുള്ള രൂപത്തിൽ അത് വേണം. നമുക്കിപ്പോ മാജിക് ആസ്വദിക്കുന്നില്ലേ, അതുപോലെ മെന്റലിസം ഒരു കലയാണ്, അത് ആളുകൾ എൻജോയ് ചെയ്യണം. എന്നാൽ ഇത് രണ്ടും ഒന്നല്ല.
മെന്റലിസവും ഹിപ്നോട്ടിസവും തമ്മിൽ ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ. കാരണം ഒന്ന് ട്രിക്കാണ്, ഒന്ന് യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഹിപ്നോട്ടിസം ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണ്, ഒരു വ്യക്തിയെ അവരുടെ സമ്മതത്തോടെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ മൈൻഡിന്റെ റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റിലോട്ട് എത്തിക്കുന്നു, എന്നിട്ട് അവരുമായിട്ട് സംവദിക്കുന്നു, വേണ്ട റിസൾട്ട്സ് കൊടുക്കുന്നു. സിനിമയിലൊക്കെ കാണുന്ന പോലെ അനുവാദമില്ലാതെ ഒരാളെ കണ്ണി നോക്കിയൊന്നും ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ചാൽ സാധാരണഗതിയിൽ പറ്റില്ല എന്നാണ് പറയാൻ പറ്റുക. എത്തിക്കലായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളുടെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. പിന്നെ അനുവാദമില്ലാതെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അത് എത്തിക്കലി കറക്റ്റ് അല്ല. ചെയ്യാനുള്ള വിദ്യകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പിന്നെ അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഡെയിലി പലപ്പോഴും ഹിപ്നോട്ടൈസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ TV കാണാറില്ലേ? ഉണ്ട്. അപ്പോൾ TV കാണുമ്പോൾ കുറേ പരസ്യങ്ങൾ വരും. ഈ പരസ്യങ്ങൾ ആക്ച്വലി നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. അതോടൊപ്പം നമുക്കൊരു വിഷൻ തരുന്നു, അത് നമ്മളെങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു. അടുക്കളയിൽ പുതിയൊരു ഉപകരണം വരുന്നു, ആ ഉപകരണം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറുന്നു. ദേ ആർ ഇൻഫാക്ട് ഹിപ്നോട്ടൈസിങ് അസ് വിത്ത് ദ ആഡ്സ്. ആ രൂപത്തിലുണ്ട്. അതല്ലാണ്ട് ഇപ്പം സ്ലീപ്പ് എന്ന് പറഞ്ഞ ഉറക്കത്തിലോട്ട് കൊണ്ടുപോകുന്ന ഹിപ്നോട്ടിസവും നമ്മൾ ചെയ്യാൻ പറ്റും. ആളറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമെന്നാണ് ഉത്തരം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇപ്പം എനിക്ക് സെൽഫ് ഹിപ്നോസിസ് വഴിയാണ് ഞാൻ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തത്. നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ യുണീക്നെസ് കണ്ടെത്തി. അപ്പോൾ അതിലൊരാൾ പറഞ്ഞ കാര്യമായിരുന്നു, ഞാനൊരു ടീച്ചറാണ്, പക്ഷെ എനിക്കൊരു ട്രെയിനർ ആകാൻ ആഗ്രഹമുണ്ട്, അതിനുള്ള സ്കില്ലും എനിക്കുണ്ട്, പക്ഷേ എന്നെ പുറകോട്ട് വലിക്കുന്ന ലാക്ക് ഓഫ് കോൺഫിഡൻസാണ്. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് നല്ലൊരു ട്രെയിനറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറയുന്ന പല ആൾക്കാരെ നമ്മുടെ അടുത്ത് 1-to-1 കോച്ചിങ് വരാറുണ്ട്. ഇവരെ നമുക്ക് ഹിപ്നോട്ടിസം വഴി സഹായിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഒരു വ്യക്തി, ഒരുപാട് കഴിവുകളുള്ള വ്യക്തി, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തി, അതെല്ലാം വേണ്ടെന്ന് വെക്കുന്നത് പലപ്പോഴും ഇതിനകത്തുള്ള പ്രശ്നം കൊണ്ടാണ്. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം മൈൻഡിൽ ഇത് വേണോ വേണ്ടേ, ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെടുമോ എന്നൊക്കെയുള്ള കുറേ തോന്നലുകൾ കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അല്ലേ. അവിടെ അങ്ങനെ വരാൻ ഒരു കാരണം വേറെ ഉണ്ടാകും. ഉള്ളിലൊരു മെൻ്റൽ ബ്ലോക്ക് കിടപ്പുണ്ടാകും. ആ മെൻ്റൽ ബ്ലോക്കിന് കാരണം അതിന് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ വേറെ പലതും ഉണ്ടായി എന്ന് വരാം. ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ പ്രശ്നം വന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഈ സമയത്ത് ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഒരു പക്ഷേ ഭാവിയിൽ ട്രെയിനർ ആകാൻ ആലോചിക്കുമ്പോൾ ആദ്യം പോപ്പപ്പ് ചെയ്ത് വരുന്നത് ഈ മെമ്മറി ആയിരിക്കും. അതെ. അപ്പോൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുമ്പോൾ അതൊരു ബ്ലോക്കായിട്ട് അങ്ങനെ കിടക്കും അല്ലേ. അപ്പോൾ അത്തരം ബ്ലോക്കുകൾ എലിമിനേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് നമുക്ക് ഹിപ്നോട്ടിസത്തിലുണ്ട്. ഒന്ന് ആ രൂപത്തിൽ ചെയ്യാം. പിന്നെ സെക്കൻഡ് തിങ്, ഇപ്പോൾ നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്റലിജന്റ് പേഴ്സൺ അല്ലേ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇമാജിനേഷനാണ് എല്ലാം. നമുക്ക് വരാനിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും പ്രിവ്യൂ ആണ് ഇമാജിനേഷൻ. ഹിപ്നോട്ടിസത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഇമാജിനേഷൻ ഏറ്റവും നല്ല ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ അവർക്ക് കൊടുക്കുന്നു. ഇത് കൊടുക്കുന്നതോടുകൂടി അവരുടെ മൈൻഡിൽ നമുക്ക് വേണ്ട പോസിറ്റീവ് ചേഞ്ചസ് വരുത്തുകയാണ്. ഇത് മാജിക്കലായിട്ട് റിസൾട്ട് വരുന്നതല്ല, മറിച്ച് ഒരു തോട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉള്ള ചില ഗുണങ്ങളുണ്ട് അല്ലേ. അങ്ങനെ റിപ്പീറ്റഡ് തോട്ട്സ് ആണ് പലപ്പോഴും നമ്മുടെ ഹാബിറ്റ് ആവുന്നത്, ആക്ഷനിലോട്ട് നയിക്കുന്നത്, റിസൾട്ടിലോട്ട് നയിക്കുന്നത്. സോ ആ രൂപത്തിൽ അവരുടെ ആദ്യം നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത്, പിന്നെ മനോഹരമായിട്ട് സ്വപ്നം കണ്ട് വിഷ്വലൈസ് ചെയ്ത് അവരെ തന്നെ സെൽഫ് ഹിപ്നോസിസ് പഠിപ്പിച്ച് അതിലൂടെ നമുക്ക് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് സ്വപ്നം കാണാൻ ആക്ച്വലി എളുപ്പമല്ലേ. അതെ അല്ലേ. അതെ. ശരിക്ക് നമ്മളിപ്പോൾ കാണുന്ന പകൽ സ്വപ്നങ്ങളൊക്കെ ഫോം ഓഫ് ഹിപ്നോസിസുമാണ്. അതെ. അങ്ങനെ ആകുമ്പോൾ ചെറിയ സ്വപ്നം കാണാനും വലിയ സ്വപ്നം കാണാനും ഒരേ റിസ്ക് അല്ലേ ഉള്ളൂ അല്ലേ. പിന്നെ എന്തിനാ നമ്മൾ വലിയ സ്വപ്നം കാണാണ്ടിരിക്കണം, പൈസ കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്ത് അതെ, 2 രൂപത്തിൽ ഞാൻ പറഞ്ഞല്ലോ. അതായത് ചിലർക്ക് അതിന് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണ്ടി വരും, മേ ബി അവരുടെ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ. ചിലർക്ക് അത് വേണ്ടി വരില്ല. ചിലർക്ക് അത് സെൽഫ് ഹിപ്നോസിസും അതിൻ്റെ മറ്റ് മൈൻഡ് പ്രോഗ്രാമിംഗ് ടൂൾസും കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവരും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ നീഡ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അതിൻ്റെ പേർപ്പസ് മനസ്സിലാക്കിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായും ചെയ്യാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഞാൻ.
അപ്പോൾ എന്നെ അതിന് സഹായിച്ച അധ്യാപകൻ തന്നെ അത് കേൾക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. സംരംഭകരെ സംബന്ധിച്ച ബിസിനസ്സുകാരിൽ ചില ആൾക്കാർ ഞങ്ങളുടെ ഒരു സമയം അങ്ങ് സ്റ്റക്കാകും. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എനിക്ക് ബിസിനസ് ഉണ്ടാകാൻ പറ്റില്ല, 1 കോടി എന്നുള്ള സ്വപ്നം കാണാൻ പറ്റുന്നില്ല. ചിലർ ഭയന്നിട്ട് സ്വപ്നങ്ങൾ ഒതുക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള സംരംഭകരെ നമുക്ക് എത്തരത്തിൽ സഹായിക്കാം?